ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മളൊരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഇന്നത്തെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾ കമൻറ്റും കൂടി ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വ്ളോഗ് കണ്ടുനോക്കാം. അപ്പോൾ ഇത് നമ്മൾ രാവിലെ ഇന്ന് ഞാൻ രാവിലെ തന്നെ വീഡിയോ എല്ലാം എടുക്കാമെന്നുള്ള പ്ലാനിങ്ങോട് കൂടിയാണ് കേട്ടോ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഒരു ഫുള്ളായിട്ടുള്ളൊരു ഡേ എടുക്കാമെന്നല്ലായിരുന്നു പ്ലാനിങ് ഉണ്ടായിട്ടുണ്ടായത്. പക്ഷേ അതെല്ലാം ഞാൻ വയ്യ പറയാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ രാവിലെ തന്നെ വെറുതെ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ വെറുതെ അല്ല, മോനെ മദ്രസയിൽ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ പേപ്പർ എടുക്കണം, പിന്നെ രാവിലത്തെ നമ്മളെ കുക്കിങ്ങിൻ്റെ കുറച്ച് കറിവേപ്പിലയെല്ലാം പറിച്ചെടുക്കാനുണ്ട്, കറിവേപ്പിലയെല്ലാം പറിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് രാവിലെ നല്ല ഇപ്പോൾ ഡിസംബറിൻ്റെ ആ ഒരു തണുപ്പെല്ലാം വരാനെല്ലാം തുടങ്ങിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെയെല്ലാം മുറ്റത്ത് നല്ലൊരു പാങ്ങാണ് കേട്ടോ. ആ ഒരു ഇളം തണുപ്പും ഇതെല്ലാം ആയിട്ട് മുറ്റത്തെല്ലാം ഇറങ്ങാൻ. പക്ഷേ അതൊന്ന് ആസ്വദിക്കാനുള്ള ടൈം എന്തായാലും രാവിലെ നമുക്ക് കിട്ടൂലല്ലോ. കാരണം മക്കൾ സ്കൂളിൽ പോകലും അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഇതെല്ലാം ഉണ്ടാക്കലും എല്ലാം ആയിട്ടൊരു ജഗ്ഗപ്പുകയായിട്ടുള്ളൊരു ടൈമാണ് കേട്ടോ. ഒരു ഓട്ടപ്പാച്ചിലാണ് രാവിലെ. അപ്പം അതുകൊണ്ടെല്ലാം പിന്നെ നമുക്കതൊന്നും ആസ്വദിക്കാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ ഈ കറിവേപ്പിലയെല്ലാം പിന്നെ രാവിലെ തന്നെ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും വേഗം യൂസ് ആക്കാമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് വരാനൊന്നും ടൈം കിട്ടില്ല. കാരണം അത്രയും രാവിലെ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പേർക്കെല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. രാവിലത്തെ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു ഹറിബറി ആയിട്ടുള്ളൊരു ടൈം തന്നെയാണ്. അപ്പം ഞാനിടുന്ന് ഫസ്റ്റ് തന്നെ കറിവേപ്പിലയും എല്ലാം പറിച്ചിട്ട് അങ്ങനെ ഉള്ളിലേക്ക് വരുത്തുകയാണ്. അപ്പം പിന്നെ ഇവിടെ ന്യൂസ് പേപ്പറെല്ലാം വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതാരും വായിക്കലൊന്നുമില്ല. ഇത് നമ്മളിങ്ങനെ വെറുതെ ഉപ്പാലുള്ള ടൈമിൽ വായിക്കലുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ന്യൂസ് പേപ്പർ ഇങ്ങനെ വരും, അവിടെ അങ്ങനെ തന്നെ എടുത്ത് വെക്കും. അതിനൊന്നുമില്ല ടൈമൊന്നും കിട്ടലില്ല. പിന്നെ എന്നോട് അധികമല്ല, എന്നോട് ഒരാൾ 2-3 പ്രാവശ്യമായി ഇത് ചോദിക്കുന്നു, ഈ രാത്രി നമ്മളെങ്ങനെയാണ് ഈ ചോറുണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ സിമ്പിളാണ് കേട്ടോ. നമ്മളിപ്പോൾ പിറ്റേന്ന് മക്കൾക്ക് സ്കൂളെല്ലാം കൊടുത്തു വിടാനോ നമുക്കിനി എങ്ങനെ ആയിക്കോട്ടെ രാവിലെ എല്ലാം ചോറുണ്ടാക്കുന്നുണ്ടെങ്കിലുണ്ടല്ലോ ഒന്നും പണിയൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാ അരി എടുക്കുക, അതിൽ തന്നെ ആ ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് കഴുകി അതിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ടാകുമ്പം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് നമ്മൾ എയറൊന്നും പോകാത്ത ടൈപ്പ് മൂടി ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു മൂടി വെച്ചിട്ട് അങ്ങ് പൊത്തി അടച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ രാവിലത്തേക്ക് ആ ഒരു ചൂടിൽ തന്നെ ഇത് കുറച്ച് വെന്തിട്ടുണ്ടാവും. അപ്പോൾ രാവിലെ പിന്നെ ജസ്റ്റ് ഒന്ന് ഇത് തിളപ്പിക്കുമ്പോൾ തന്നെ ആ ബാക്കിയിലെ വേവും കൂടി ആയിട്ട് അങ്ങനെ നമ്മളെ ചോറ് സെറ്റാകും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം ചോറ് വെക്കുന്നത് ലാഭിക്കാനും പറ്റും, വേഗം ഇത് റെഡിയാക്കി എടുക്കാമല്ലോ. അപ്പോൾ ഞാൻ എപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ ഈ ഒരു ടൈപ്പ് മൂടിയാണ് കേട്ടോ ഞാൻ പൊത്തിക്കൊടുക്കൽ. ഇങ്ങനെ പൊത്തിക്കൊടുത്തിട്ട് രാത്രി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്താൽ രാവിലത്തേക്ക് അത്രയും വേവ് ആ ഒരു ചൂട് തന്നെ ആവുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ചോറ് വെക്കുന്ന ഡീറ്റെയിൽസ്. അപ്പോൾ ഒന്നും പണിയില്ല, സിമ്പിളാണ് കേട്ടോ. ഒന്ന് ട്രൈ ആക്കി നോക്ക്, എന്നിട്ട് കമൻറ്റിൽ പറയട്ട ആയിനോന്നല്ലോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മളെ ഇന്ന് കടലക്കറിയും പുട്ടുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ ഫസ്റ്റ് വിചാരിച്ച് കടലക്കറിയും ദോശയും ആക്കുക, അത് നല്ലൊരു കോംബോ അല്ലേ. അപ്പോൾ പിന്നെ ദോശേൻ്റെ അരി പൊതിർത്താനെല്ലാം മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങോട്ട് ആ ഒരു പച്ചരിയും ചോറെല്ലാം കൂട്ടിയിട്ട് അരക്കുന്ന ഒരു ദോശ ഉണ്ടല്ലോ, അപ്പോൾ അതാണ് നമ്മളിങ്ങോട്ടെല്ലാം ചുടൽ. അപ്പോൾ അത് പൊതിർത്താൻ മറന്നുപോയതുകൊണ്ട് തന്നെ പിന്നെ വേഗം പുട്ടേ ഇല്ലും. പിന്നെ ഒരു ഈന കണക്ഷനായിട്ടുള്ളൊരു അപ്പം എന്ന് പറഞ്ഞാൽ അപ്പം അല്ല ആ ഒരു ഇത്. ഇനിയിപ്പോൾ നമ്മളെപ്പോൾ കടലക്കറി ഉണ്ടാക്കാനായിട്ട് അതിനിലെ തക്കാളി ഉള്ളി എല്ലാം ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു കടലക്കറിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ ഇങ്ങനെ വെയ്തിട്ടൊരു ടൈമുണ്ട് ഇല്ല എന്നുള്ളൊരു രീതിയിലുള്ളൊരു കാര്യങ്ങളെല്ലാം കേട്ടോ ഇന്ന് നടന്നിട്ടുള്ളത്. സാധാരണ ഞാൻ വ്ളോഗെല്ലാം എടുക്കുമ്പോൾ കുറച്ച് നേരത്തെ എണീച്ചെല്ലാം ആക്കലുണ്ട്. പക്ഷെ ഇന്നെന്തോ നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ആ ഒരു ടൈമെല്ലാം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും എത്ര നമുക്ക് ടൈമില്ലെങ്കിലും ഉണ്ടല്ലോ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മളെ അടുത്തെല്ലാം സെറ്റാകും കേട്ടോ. ഒരു 7:30 ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം സെറ്റാകും കേട്ടോ. കാരണം അത് അങ്ങനെയാണ്. നമുക്കിപ്പോൾ എത്ര ടൈമില്ലെങ്കിലും ഉണ്ടല്ലോ നമ്മൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ഫാസ്റ്റിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതങ്ങനെ ചെയ്തു. ഓക്കെ, ഞാൻ ശരിക്കും പറഞ്ഞാൽ
ഞാൻ എത്ര വൈകിട്ട് നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണമെങ്കിലോ ഞാനൊരു ടൈം നോക്കും ഫസ്റ്റ് തന്നെ. അപ്പോൾ ഇപ്പോൾ ഉച്ചക്കത്തെ ലഞ്ചാക്കുന്നതിന് ഒരു 12 മണി, ഓക്കെ 12:45 1 മണിയാകുമ്പോഴത്തേക്ക് നമ്മളെല്ലാ പണിയും തീർക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയെല്ലാം ടൈമെല്ലാം നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ എന്ത് ഉണ്ടാക്കലെല്ലാം ഫുഡെല്ലാം ആക്കുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ രാവിലത്തെ ഈ ഒരു പണികളെല്ലാം ചെയ്യുമ്പോൾ ഞാൻ ഏകദേശം ടൈം നോക്കും, അത്ര ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈം ഇങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഞാൻ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെയ്യലാണ് കേട്ടോ. പിന്നെ എനിക്ക് കൂടുതൽ ഇങ്ങനെ കിച്ചണിൽ തന്നെ നിന്നിട്ട് എപ്പോഴും കിച്ചണിൽ ഈ അടുക്കള പണി തന്നെ എടുക്കുന്നതും എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഫുഡ് ഉണ്ടാക്കുന്നതാണെങ്കിലും ഞാനിടുന്ന ഉമ്മാനോടെല്ലാം ഇങ്ങനെ പറയലാണ്. കാരണം ഉമ്മ അടുക്കടെ ഇങ്ങനെ കറിയാക്കി ചോറാക്കി അങ്ങനെ ഒരേ പണിയാണ്. പക്ഷേ ഞാൻ തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കിംഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ ഏറ്റവും ഇഷ്ടം എനിക്കിങ്ങനെ എല്ലാം ഫുഡ് ഉണ്ടാക്കാനും എല്ലാം ഇങ്ങനെ സെറ്റാക്കി വെക്കൽ, അറേഞ്ച് ചെയ്ത് വെക്കൽ എല്ലാം ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഉമ്മാനോട് പറയലാണ് എപ്പോഴും കിച്ചണിൽ തന്നെ ഇരിക്കാണ്ട് നമുക്ക് ആ ഒരു ടൈമാകുമ്പോൾ വന്നിട്ട് രാവിലത്തെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും അങ്ങനെയെല്ലാം ഫുഡാക്കാമല്ലോ. പിന്നെ ഈ ഒരു ചിരവനെ കുറിച്ചിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കമൻറ്റിൽ. അപ്പോൾ ഇതെല്ലാം ഷോപ്പിലും വാങ്ങിക്കാൻ കിട്ടുമെന്ന് വെച്ചാൽ നമ്മളിത് വാങ്ങിച്ചിട്ടുള്ളത് ഷോപ്രിക്സ് എന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് കുറേ ആയി. സംഭവം നല്ലൊരു ചിരവയാണ് കേട്ടോ ഇത്. അപ്പോൾ അധികം ആളും ഈ ഒരു ചിരവയിൽ ഇങ്ങനെ കാണുന്ന ടൈമിൽ ചോദിക്കലുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ കടലക്കറിയിലേക്കും പുട്ടിലേക്കെല്ലാം വേണ്ട തേങ്ങയെല്ലാം ഒന്ന് ചിരവിയെടുക്കലാണ് കേട്ടോ. അപ്പം മുമ്പെന്നല്ല ഇപ്പം ഈ തേങ്ങയെല്ലാം നമ്മൾ ഫ്രീസാക്കി വെക്കലുണ്ടായിന്. പക്ഷെ എല്ലാം കാലിയായിട്ടാണ് കേട്ടോ ഉള്ളത്. ഇനിയിപ്പം എല്ലാം ഒന്ന് ചിരണ്ടി സെറ്റാക്കി വെക്കണം. പക്ഷേ ഇന്നത്തെ ദിവസം നമ്മൾ ഒരു പ്ലാനിങ്ങും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇന്ന് സാധാരണ ഞാനെല്ലാം തലേന്നേ പ്ലാൻ ചെയ്ത് വെക്കലുണ്ട്. പക്ഷെ ഇനി പ്ലാൻ ആക്കിയിട്ടില്ലെങ്കിലും ആ ഒരു ദിവസം നമുക്കെല്ലാം ഫാസ്റ്റായിട്ട് എന്തെങ്കിലും ഒരു ഐഡിയാസ് എല്ലാം മനസ്സിലേക്ക് വരും. ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ അത് ആ ഒരു രീതിയിൽ അങ്ങനെയെല്ലാം റെഡിയാക്കി എടുക്കലാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതാ നമ്മൾ തേങ്ങയെല്ലാം ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം പെട്ടെന്ന് തന്നെ പുട്ടെല്ലാം അങ്ങ് സെറ്റാക്കി എടുക്കലാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 6:45 ആ ഒരു ടൈം ആയിരിക്കും കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നമ്മളെ മക്കളെല്ലാം സ്കൂളിൽ പോകുന്ന ആ ഒരു ടൈമാണെങ്കിലുണ്ടല്ലോ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും രാവിലെ തന്നെ പണികളെല്ലാം തീരലായിരിക്കും. കാരണം രാവിലെ തന്നെ അവരെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നമ്മൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുമല്ലോ. അപ്പം പിന്നെ ആ ഒരു തിരക്ക് പിടിച്ചിട്ട് ആക്കിയാലുണ്ടല്ലോ പിന്നെ നമ്മൾ നല്ലപോലെ ഫ്രീ ആയിട്ടുള്ളൊരു ടൈമാണ്. കാരണം മക്കൾ വരുന്ന ആ ഒരു ടൈം വരെ പിന്നെ നമുക്ക് ഒരുപാട് ടൈം നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം നമ്മളെല്ലാ ദിവസവും ഞാനിങ്ങനെ ഇടയ്ക്ക് എല്ലാം നമ്മൾ തലേന്നേ കിടക്കുന്ന ടൈമിലെല്ലാം ഒന്ന് പ്ലാൻ ചെയ്തിട്ടെല്ലാം വെക്കും കേട്ടോ. രാവിലെ പിറ്റേന്ന് എന്താക്കണം, കറി എന്താക്കണം. ഞാൻ ഉമ്മാനോട് ചോദിക്കും, ഉമ്മ എന്താക്കുന്നത്, നാളെ കറി എന്താക്കുന്നത് എന്നെല്ലാം ചോദിക്കും. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടി പ്ലാൻ ആക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ എല്ലാം ആക്കൽ. അപ്പോൾ ഇത് ഹംദാനും ആയിഷാവും ഉറങ്ങി എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് രാവിലെ ഈ ഫോണ് ഇവർ കാണുന്നിടത്ത് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഇവർക്ക് ഫോണ് വേണ്ടി വരും. അങ്ങനത്തെ ഒരു ടൈപ്പാണ് രണ്ടാളും. കാരണം ഇവർ കാണുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ചോദിക്കും കേട്ടോ. പിന്നെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അങ്ങനെ ഫോണെല്ലാം കൊടുക്കലുണ്ട്. അങ്ങനെ തീർത്തും ഫോൺ അങ്ങനെ ഇതാക്കലൊന്നും ഇല്ല കേട്ടോ. കാരണം അങ്ങനെയെല്ലാം ആക്കിയാലേ നടക്കൂലും. കുറച്ച് സമയം ഫോൺ കൊടുക്കും. പിന്നെ അമ്മ ഇന്ന പോലെ ചെയ്ത് കഴിഞ്ഞാലേ ഫോൺ തരുമെന്നെല്ലാം ഞാൻ പറയും. കാരണം അവരെന്തെങ്കിലും നിരത്തിയിട്ടാലെല്ലാം ഞാൻ പറയും ഓക്കെ ഇതെല്ലാം കംപ്ലീറ്റ് ക്ലീനാക്കി സെറ്റാക്കി കഴിഞ്ഞാൽ ഫോൺ തരും. അപ്പോൾ അങ്ങനെ പറയുമ്പം വേഗം ചെയ്യും. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇടയ്ക്ക് കുറച്ച് സമയം ഫോൺ കൊടുക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ പിന്നെ അവരെ പറ്റിച്ച പോലെ ആവൂലേ നമ്മ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫാത്തിമാനെ വന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം നല്ല ഉറക്കമായിരുന്നു കേട്ടോ ഉണ്ടായത്. അപ്പോൾ ഉറക്കെല്ലാം എണീച്ച് അപ്പോഴത്തേക്ക് തന്നെ ഹംദാൻ വന്നോളെ മുടിയെല്ലാം വാരി കൊടുക്കുന്നുണ്ട്. ശരിക്കും ഇവർക്കിപ്പോൾ ഇവളൊരു ടോയ് പോലെയാണ്. ഇവരിങ്ങനെ കുഞ്ഞിനെ വല്ലാണ്ട് കളിപ്പിക്കുമല്ലോ ആണ്, നല്ലോണം നോക്കുകയും ചെയ്യും. എന്നാലും അതിനെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. മാഷാ അല്ലാ, എന്നാലും നല്ലൊരു പാങ്ങ് തന്നെയാണ്. മക്കൾ ആ ഒരു കളിയും ചിരിയെല്ലാം വേറെ തന്നെ ഒരു രസമാണ് കേട്ടോ. മനസ്സിൽ നല്ലോണം സന്തോഷം തരുന്ന മാഷാ അല്ലാ അൽഹംദുലില്ലാ. എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ടൈമാണ് കേട്ടോ ഇതെല്ലാം.
ഇനിയിപ്പോൾ ഇതാ ഞാൻ ചായ കുടിക്കലാണ്. അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഞാൻ ചായ കുടിച്ചു. കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റ് നമ്മളെന്തെങ്കിലും ജസ്റ്റ് വെള്ളമെല്ലാം അങ്ങനെ കുടിക്കുന്നതാണ്. പിന്നെ ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചായയെല്ലാം കുടിക്കൽ. ഇല്ലെങ്കിൽ പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാം ഏകദേശം ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ചായ കുടിക്കാനിരുന്ന് കഴിഞ്ഞാൽ നല്ല റിലാക്സ് ആയിട്ട് ചായ കുടിക്കാം. ഇല്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ ഇങ്ങനെ തിരക്കായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ടൈമെല്ലാം ഒന്ന് പകുതി മുക്കാലോളം ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ ചായ കുടിക്കാനിരിക്കൽ. പിന്നെ എനിക്ക് ഹെൽപ്പിനിടെ ഉമ്മാവും ഉണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ കൂടുതൽ മക്കളെ കാര്യങ്ങളെല്ലാം നോക്കും, പിന്നെ കുഞ്ഞിനെ ഉമ്മ നോക്കും. അങ്ങനെയാണ് എനിക്ക് മെയിനായിട്ട് കുഞ്ഞിനെ ആരെങ്കിലും നോക്കാനുണ്ടെങ്കിൽ തന്നെ എനിക്ക് എല്ലാ പണികളും ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ശരിക്കും ഞാൻ മുന്നേ ഞാനങ്ങനെ പണിയൊന്നും ചെയ്യാത്തൊരു ടൈപ്പായിരുന്നു കേട്ടോ ഉണ്ടായത്. പണി എനിക്കൊന്നും ചെയ്യാൻ ഇഷ്ടമൊന്നുമല്ല. പിന്നെ ആരെങ്കിലും ഹെൽപ്പിന് ആളുണ്ടാകുമ്പോൾ അവരങ്ങനെ ചെയ്യും. അതുകൊണ്ട് എനിക്കങ്ങനെ ഒന്നും ചെയ്യാൻ ഇഷ്ടമില്ല. പക്ഷെ ഞാൻ ഗൾഫിലെല്ലാം പോയേരാന്ന് ശരിക്കും. പിന്നെ ഞാൻ 10th പഠിക്കുമ്പോൾ കേട്ടോ എൻ്റെ മാരേജ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ആ ഒരു ടൈമിന് പിന്നെ നമ്മൾ സ്കൂൾ ലൈഫിൽ നിന്ന് പിന്നെ നേരെ ഫാമിലി ലൈഫിലേക്ക് വന്ന് പിന്നെ ഞാൻ ഗൾഫിലെത്തിയ പിന്നെയാണ് ഞാൻ മെയിൻ നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടായത്. അതെല്ലാം വലിയൊരു കഥയാണ്. അതെല്ലാം ഞാൻ ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും വ്ളോഗിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ കടലക്കറിയിലേക്ക് വലിയ സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സിമ്പിളാണ് കേട്ടോ. നമ്മളെ കടല ഫസ്റ്റ് നമ്മളെ തക്കാളി, ഉള്ളി, പച്ചമുളക് അതെല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് ഇത് വേവിക്കുന്ന ടൈമിൽ ഇടൂല കേട്ടോ. പിന്നെ നമ്മളെ കുക്കറിൻ്റെ വിസിലെല്ലാം വന്നതിന് ശേഷം കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, പിന്നെ നമ്മളെ തേങ്ങ അതെല്ലാം അരച്ച് ചേർത്ത് കൊടുത്തിട്ട് വെയ്യൊന്ന് കറിവേപ്പിലയും കടുകെല്ലാം ഇട്ടിട്ട് ഒന്ന് കാച്ചിയെടുത്താൽ നമ്മളെ സിമ്പിൾ കടലക്കറിയാണ് കേട്ടോ. ഇത് കടലക്കറി ഓരോരാളും ഓരോരോ രീതിയിൽ തേങ്ങ വറുത്തരച്ചിട്ടും അങ്ങനെ പല ടൈപ്പിൽ വെക്കലുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളാണ് കേട്ടോ. ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനെല്ലായിട്ട്. പിന്നെ പുട്ടിനെല്ലാം ഉണ്ടാക്കുമ്പോൾ കുറച്ച് സിമ്പിളായിട്ട് ഗ്രേവിയെല്ലാം അത്യാവശ്യം ഇല്ല രീതിയിലാക്കുന്നതാണ് കുറച്ചും കൂടിയും നല്ലത്. അപ്പോൾ ഇതാ നമ്മളെ കറിയെല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ശരിക്കുണ്ടല്ലോ ഇന്ന് നമ്മൾ രാവിലെ ചോറുണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് വയ്യ പുറത്തെല്ലാം പോകാനെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച് രാവിലെ ചോറെല്ലാക്കി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ ചോറ് വയ്യ വന്നിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ ചോറുണ്ടാക്കിയത്. പക്ഷേ ഇവർക്ക് ഈ ചോറ് കണ്ടേ പിന്നെ പിള്ളേർക്ക് അവർക്ക് ചോറ് മതി, മുട്ട പൊരിച്ചതെല്ലാം ആക്കിയിട്ട് ചോറ് വേണമെന്ന് തന്നെ നിർബന്ധം. കാരണം ഇന്ന് അവർക്ക് ചോറ് കൊടുക്കാണ്ട് അവർ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാമെന്നാണ് കേട്ടോ പ്ലാൻ ഉണ്ടായത്. കാരണം ഇന്നങ്ങനെ കാര്യമായിട്ട് കറികളും ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ അവർ പ്രശ്നമില്ല, കടലക്കറിയും മുട്ട പൊരിച്ചതും മതി. പിന്നെ ഇവർക്ക് പിന്നെ അങ്ങനെ ഇന്ന പോലെ വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചില ടൈമിൽ മൂത്താൾ മാത്രമാണ് കുറച്ച് എനിക്കിത് വേണ്ട എനിക്കത് മതി എന്നെല്ലാം വാശി പിടിക്കില്ല. എന്നാലും ആ വാശിക്ക് ഞാനങ്ങനെ ഇതാക്കില്ല. പക്ഷെ ഉമ്മക്ക് ഭയങ്കര ഇതാണ്. ഇവർ വാശി പിടിക്കുന്ന ടൈമിലൊക്കെ ഉമ്മ അതെല്ലാം സാധിപ്പിച്ചോളൂ. അത് എല്ലായിടത്തും അങ്ങനെയാണല്ലേ. ഉമ്മമാർ അവർ വാശി പിടിച്ച് കഴിഞ്ഞാൽ അവർക്ക് അതെല്ലാം സാധിപ്പിച്ച് കൊടുക്കും. നമുക്കും അങ്ങനെ തന്നെയല്ലേ. നമ്മളെ ഉമ്മമാരെല്ലാം നമുക്കും അങ്ങനെ തന്നെയാണല്ലോ. അമ്മ എന്തെങ്കിലും വാശി പിടിച്ച് കഴിഞ്ഞാൽ അവർ സാധിപ്പിച്ച് തരുമല്ലോ. അപ്പോൾ ഞാൻ കൊടുക്കൂല കേട്ടോ. ഞാൻ കുറച്ച് ഇങ്ങനെ സ്ട്രിക്റ്റായിട്ട് നിൽക്കും. വേണ്ടെങ്കിൽ കഴിക്കണ്ടെന്നുള്ള രീതിയിൽ നിൽക്കും. പിന്നെ ശരിയാവും കേട്ടോ. കുറച്ചൊന്ന് നമ്മളൊന്ന് ടൈറ്റാക്കി വെക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഇതാ അവരെ ബസ്സെല്ലാം വന്ന് അവരെ സ്കൂളിലെല്ലാം പറഞ്ഞേക്കലാന്ന് കേട്ടോ. പിന്നെ ഇവരൊരു 8:20 ആ ഒരു ടൈമിനാണ് കേട്ടോ ഇവരെ ബസ് വരത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ടൈം നോക്കാമല്ലോ. നമ്മൾ എത്ര ടൈം കൊണ്ടാണ് ഇതെല്ലാം സെറ്റാക്കി ഇവരെ വിടലെന്ന്. പിന്നെ ഇന്ന് കാര്യമായിട്ടൊന്നും ആക്കിയിട്ടൊന്നുമില്ല. പിന്നെ എന്നാലും രാവിലെ മെയിൻ നമ്മളെ ഫുഡ് ഉണ്ടാക്കൽ മാത്രമല്ല, ഇവർ ചെറിയ മക്കളായതുകൊണ്ട് തന്നെ ഇവരെ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കണം. അങ്ങനെയെല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ചെയ്യാനായിട്ട്. പിന്നെന്താണ് ഇനിയിപ്പോൾ ആയിഷൂന് സ്കൂൾ പറഞ്ഞേക്കലാന്ന്. അപ്പം അതിന് മുപ്പട്ടേ ഞാൻ പിന്നെ ഓൾക്ക് കുറേ ടൈമുണ്ട് കേട്ടോ. ഓൾക്ക് ഏകദേശം ഒരു 10 മണിയെല്ലാം ആകുമ്പോഴാണ് ബസ്സല്ല ഓളെ റിക്ഷ വരത്ത്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ ഓളെ റെഡിയാക്കണ്ടോ. ഞാൻ നേരത്തെയൊന്നും റെഡിയാക്കൂല കേട്ടോ. കാരണം ആയിഷൂന് സ്കൂൾ അയക്കാൻ ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഓൾക്ക് നേരത്തെ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഓൾക്ക് അപ്പം തന്നെ പോകണം, വണ്ടി വരണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ഇടങ്ങാറാക്കും. അതുകൊണ്ട് ഞാൻ ഓളെ 10 മണിക്ക് വണ്ടി വരുന്നുണ്ടെങ്കിൽ ഒരു 9:45 കേട്ടോ ഞാൻ ഓളെ ഫ്രഷ് ആക്കിയിട്ട് റെഡിയാക്കൽ. അപ്പോൾ ആ ഒരു റെഡിയാകുമ്പം തന്നെ ലാസ്റ്റ് ഫൈനലാകുമ്പോഴത്തേക്ക് വണ്ടി വരും. അപ്പോൾ ആടോളെ കയറ്റി വിട്ടാൽ മതിയല്ല. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഓളെ റെഡിയാക്കൽ. ഞാനൊന്നും പൊതുവേ നേരത്തെ ഒന്നും ചെയ്ത് വെക്കില്ല. ആ ഒരു ടൈം ആകുമ്പോൾ ഞാൻ ചടപടയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യലാന്ന്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എല്ലാം ഇങ്ങനെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നത്
ഇങ്ങനെ നേരത്തെ കാലത്തെ എല്ലാം ചെയ്തു വെക്കുക അങ്ങനത്തെ ഒരു ടൈപ്പേ അല്ല ഞാൻ. പക്ഷെ ഉമ്മയെല്ലാം പറയും കേട്ടോ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനം. പക്ഷെ ഞാൻ പറയും എന്തിനാ അങ്ങനെ ഇതാക്കുന്നത്, ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റിലെല്ലാം ചെയ്താൽ പോരെ. ആ ഒരു ഫാസ്റ്റിൽ ചെയ്യുന്നതും വേറെ തന്നെ ഒരു രസമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വന്ന് പക്ഷീൻ്റെ ആ ഒരു എന്താണ് വെള്ളമെല്ലാം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എപ്പോൾ എനിക്ക് അങ്ങനെ ടൈമൊന്നും കിട്ടൂല. പിന്നെ നമ്മളെ പക്ഷിയും മുട്ടയെല്ലാം വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കാണാൻ ഭയങ്കര ഒരു സന്തോഷമാണ്. നമുക്ക് ആദ്യമായിട്ടാണ് കേട്ടോ മുട്ടയിൽ ഇങ്ങനെ വിരിഞ്ഞിട്ട് കാണുന്ന പക്ഷിക്കുഞ്ഞിനെല്ലാം. പിന്നെ ആ കൂട്ടിലെല്ലാം ഒരുപാട് മുട്ടയിലുണ്ട്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വ്ളോഗിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ആയിഷുവിനോട് ഞാൻ പറഞ്ഞു നിൻ്റെ ടോയ്സ് എല്ലാം കംപ്ലീറ്റ് എടുത്ത് വെക്കണം. അങ്ങനെ കുറേ ഷോപ്പിംഗ് ആക്കിയിട്ട് ഓളെ കൊണ്ട് കുറച്ച് എടുപ്പിക്കുമ്പോഴത്തേക്ക് തന്നെ ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓളെ ഫ്രഷ് ആക്കി ഞാൻ വിചാരിച്ചു ഓളെ വേഗം റെഡിയാക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ റെഡിയാക്കി എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ഈ ലൈറ്റായിട്ട് കുളിച്ച് കഴിഞ്ഞാൽ മുടിയൊന്നും അങ്ങനെ ഉണങ്ങൂലല്ലോ. അപ്പോൾ പിന്നെ ജസ്റ്റ് ഒരു ക്ലിപ്പെല്ലാം ഇട്ട് കൊടുത്ത് ഓളൊന്ന് സെറ്റാക്കിയതാണ്. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ് കേട്ടോ ഈ ഒരു വ്ളോഗ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ദിവസം കളർ ഡ്രസ്സാണ് ഇവർക്ക് വേണ്ടത്. പിന്നെ അങ്ങനെ ഓളെ റെഡിയാക്കി ഞാൻ എല്ലാം സെറ്റാക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ റെഡിയായി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ടൈമും ഞാൻ വെറുതെ ആക്കിയിട്ടാണ്. കാരണം ഓള് നിരത്തിയ ടോയ്സ് എല്ലാം ഒരുപാടുണ്ടായിന്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടാൾക്കും കൂടി ഇതെടുത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി ഇതെല്ലാം പറക്കിയെടുത്ത് വെക്കലാന്ന് കേട്ടോ. പിന്നെ ഇവരെ ഒറ്റക്കാക്കിയാലും അതവിടെ വെച്ചിട്ട് പോകും. അപ്പോൾ നമ്മളും കൂടി ഒന്ന് ഇവരെപ്പരം ഒന്ന് ഷോപ്പിംഗ് ആക്കി കഴിഞ്ഞാൽ ഇതെല്ലാം എടുത്ത് വെക്കില്ലെങ്കിൽ പിന്നെ നമുക്ക് തന്നെ എല്ലാ പണിയും തരൂലേ. അപ്പോൾ അത് എന്തായാലും പറ്റൂല. അപ്പോൾ ഇവർക്കും പണി കൊടുക്കണം. പക്ഷേ ഇവരറിയാത്ത രീതിയിൽ വേണം ഇവർക്ക് പണി കൊടുക്കാനായിട്ട്. ഞാൻ അങ്ങനെയെല്ലാം കേട്ടോ ചെയ്യൽ. കാരണം ഇവർ നിരത്താനും നമ്മൾ എടുത്തു വെക്കാനും അത് ശരിയില്ലല്ലോ. അപ്പോൾ നമ്മളും കൂടി ഒന്ന് കൂടുന്ന പോലെ ആക്കിക്കഴിഞ്ഞാൽ ഇവർ ഭയങ്കര നല്ല ഉത്സാഹത്തോടെ എല്ലാം ചെയ്തോളും. അപ്പോൾ ഇവൾ കംപ്ലീറ്റ് ടോയ്സ് എല്ലാം എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്. ചില ടൈമിൽ ഭയങ്കര ആക്റ്റീവാണ് എല്ലാവരും അത്. പക്ഷെ അത് നമ്മൾ അങ്ങനെയല്ലേ, ചില ടൈമിൽ നമുക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും എല്ലാം ചെയ്യാൻ. പക്ഷെ ചില ടൈമിൽ നമുക്ക് ഭയങ്കര ഒരു മടി പോലെ എല്ലാവരും എല്ലാ ടൈമും നമ്മളിപ്പോൾ ഒരുപോലെ ആകണമെന്നില്ലല്ലോ അല്ലേ. അപ്പോൾ ഇതാ ഐഷുവിൻ്റെ വണ്ടി വരാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓളെ ഒന്ന് ഗേറ്റിൻ്റെ അടുത്താക്കിയാൽ ഓൾ വണ്ടി വന്ന് ഓളങ്ങനെ പോക്കാന്ന് കേട്ടോ. അങ്ങനെ ഓൾ പോയി. ഇനിയിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ്. അപ്പോൾ ഇവൾ പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കൽ. ഇല്ലെങ്കിൽ പിന്നെ ഇവൾ പോകാതെ ഇരിക്കുന്ന ടൈമിൽ പിന്നെ എനിക്ക് ഇവളെ അയക്കേണ്ടതും എനിക്ക് പിന്നെ ഫുഡ് കഴിക്കാനിരുന്നാൽ കുറച്ച് ടൈമെല്ലാം വേണം. അതായത് ഇങ്ങനെ മെല്ലെയാണ് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കൽ. ഇങ്ങനെ മെല്ലെ ഒന്ന് എന്താ പറയുക ഇങ്ങനെ ഫാസ്റ്റിലൊന്നും ഞാൻ അങ്ങനെ കഴിക്കില്ല. എനിക്കിങ്ങനെ കുഞ്ഞെല്ലാം കരയുമ്പോൾ ഒന്നും എനിക്ക് ഫുഡ് കഴിക്കാനൊന്നും ഒരു ഇതാവില്ല. അപ്പം ഞാൻ കുഞ്ഞിനെയും റെഡിയാക്കി എല്ലാം റെഡിയായിട്ട് ഞാൻ റിലാക്സ് ആയിട്ട് ഇരുന്നിട്ടാണ് കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കൽ. അങ്ങനെ ഇപ്പം ഇതാ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പുറത്തെല്ലാം പോയിട്ട് വന്ന് ഇനിയിപ്പം ഒരു അച്ചാർ ഉണ്ടാക്കലാന്ന് കേട്ടോ. അപ്പോൾ ഇത് അച്ചാർ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു അച്ചാറിൻ്റെ ഇതാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളിയും ഇതെല്ലാം കാരണം അത്യാവശ്യം നല്ല ടൈം ഉണ്ടായിന് ഈ ഒരു ദിവസം. കാരണം വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് വേഗം അച്ചാറാക്കി വെച്ചാലോ നമുക്ക് ഈ ചോറിനെല്ലാം കൂട്ടാന്ന്. അപ്പോൾ ഇത് അച്ചാറാക്കുന്ന എന്താണെന്ന് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും അതെല്ലാം ഒന്ന് തൊലിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഒരു സിമ്പിൾ അച്ചാറാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ഉണ്ടാക്കുന്നതെല്ലാം സിമ്പിളായിരിക്കും. കാരണം എനിക്കെല്ലാം വേഗം ആകണം, വേഗം ഫാസ്റ്റിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഞാൻ കൂടുതൽ ചെയ്യൽ. അപ്പോൾ ഇതാ നമ്മൾ അച്ചാറിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കലാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഏത് അച്ചാറിലാണെങ്കിലും നല്ല ചെറിയതായിട്ട് തന്നെ കട്ടാക്കി എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ കറിവേപ്പിലയും ഒന്ന് കട്ടാക്കി എടുക്കലാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിട്ട് നമ്മൾ ഉപ്പിലിട്ട നെല്ലിക്ക ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ നെല്ലിക്ക ഉണ്ടാക്കിയിട്ട് അത് അത്യാവശ്യം കുറേ ആക്കിയിട്ടുണ്ടായിന് കേട്ടോ. ഒരു നെല്ലിക്ക എനിക്ക് തോന്നുന്നു കുറേ ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ ഈ ഒരു ബോട്ടിലും പിന്നെ വേറൊരു ബോട്ടിലും ഒരു കുപ്പിയിലാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായത്. അപ്പോൾ അത് കുറേ ആയതുകൊണ്ട് തന്നെ ഇടായിരിക്കും വലിയ ഇമ്പമില്ല. ഇല്ലെങ്കിൽ കുറച്ചാണെങ്കിൽ ഭയങ്കര ഡിമാൻഡായിരിക്കും. അപ്പോൾ അത് കുറേ ഇല്ലോണ്ട് പിന്നെ വലിയ ചിലവാകുന്നില്ല നെല്ലിക്ക.
അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിത് നെല്ലിക്ക വെച്ചിട്ട് തന്നെ നമുക്കിത് വെച്ചിട്ട് അച്ചാറുണ്ടാക്കാം. കാരണം ഇത് ഉപ്പിലിട്ടുകൊണ്ട് തന്നെ അച്ചാറുണ്ടാക്കുമ്പോൾ നല്ലതല്ലേ, നല്ല ടേസ്റ്റുമാണ്. അച്ചാറാകുമ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടിയെല്ലാം കഴിക്കാം. നെല്ലിക്ക ഉപ്പിലിട്ടതൊന്നും ഈ ചോറിൻ്റെ ഒപ്പരമൊന്നും കഴിക്കാൻ വലിയൊരു അറിഞ്ഞില്ല. അതിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാൻ നല്ലൊരു പാങ്ങ്. അപ്പോൾ ഇത് ഉപ്പിലിട്ട നെല്ലിക്ക ആയതുകൊണ്ടുണ്ടല്ലോ നമുക്ക് അച്ചാറാക്കാനും സിമ്പിളാണ്. അപ്പോൾ ഇതാ ഞാൻ അതെല്ലാം ഒന്ന് സെറ്റാക്കി കട്ടാക്കി എടുക്കലാണ് കേട്ടോ. പിന്നെ ഈ നെല്ലിക്ക ഉപ്പിലിട്ടതിൻ്റെ ആ ഒരു വെള്ളവും കൂടി അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാമല്ലോ. ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ എള്ളെണ്ണയാണ് കേട്ടോ ചേർക്കേണ്ടത്. അപ്പോൾ ഇത് അച്ചാറാക്കാൻ എല്ലാം സെറ്റായി റെഡിയായവരാണ് കേട്ടോ. ഈ എള്ളെണ്ണയുടെ കുപ്പിയിൽ കുറച്ചേ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ എന്താക്കി, എള്ളെണ്ണയുടെ ഒരുമിച്ച് തന്നെ നമ്മൾ നോർമൽ കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു നോർമൽ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത്. അപ്പോൾ വെയ്യാണ് അതിൻ്റെ ടെസ്റ്റ് മനസ്സിലായത്. പക്ഷേ എള്ളെണ്ണ വേഗം വാങ്ങിയിട്ട് വരായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട, ഇതൊരു പൊടിയേലില്ലും, അപ്പോൾ പിന്നെ അങ്ങനെ ഇതെന്തായാലും കുറേ ദിവസത്തേക്കൊന്നും നിൽക്കുകയൊന്നും ചെയ്യില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഇതിൽ തന്നെ അങ്ങനെ ആക്കാമെന്നാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം ഇടുമ്പോഴത്തേക്ക് ഇതിങ്ങനെ മറ്റേ ബബിൾസ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയോണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ ഏത് ഓയിലും രണ്ടും കൂടി മിക്സ് ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ആകും. അപ്പോൾ ഇതെനിക്ക് ആദ്യം അറിയുന്നുണ്ടായിട്ട്, പിന്നെ ഇത് മിക്സ് ആക്കിയാൽ കണ്ടല്ലോ, അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഇങ്ങനെയാണെന്ന്. അപ്പോൾ ഇതാ നല്ല ഫുള്ളൊന്ന് ഇതായിട്ടുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ നമുക്ക്. പക്ഷെ നമ്മൾ ഈ കുറേ നാൾ വരെയെല്ലാം യൂസ് ആക്കുന്നതാണെങ്കിൽ ആ ഒരു എള്ളെണ്ണ നല്ലതാണ് കേട്ടോ. എള്ളെണ്ണയിൽ തന്നെ ആക്കുന്നത്. എള്ളെണ്ണ മെയിൻ അച്ചാറ് മെയിനായിട്ട് എള്ളെണ്ണയിൽ തന്നെയല്ലേ ഉണ്ടാക്കൽ, നമ്മളെ നോർമൽ വെളിച്ചെണ്ണയിലൊന്നും ആക്കലില്ലല്ലോ. അപ്പോൾ ഇതാ നമ്മളെ കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം ഒന്ന് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് നമ്മളെ അച്ചാർ പൗഡറും അതുപോലെ തന്നെ നോർമൽ നമ്മളെ സാധാ മുളക് പൊടി ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവൊന്നും ഞാൻ അങ്ങനെ കറക്റ്റ് പറയുന്നില്ല കേട്ടോ, ഏകദേശം ഞാനെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അച്ചാർ എന്ന് പറഞ്ഞ സംഭവം ഞാൻ ആക്കലേ ഇല്ല കേട്ടോ. കാരണം അച്ചാറിൻ്റെ ആൾ മെയിനായിട്ട് ഉമ്മ തന്നെയാണ് ആക്കൽ. പിന്നെ നമ്മൾ ഗൾഫിലെല്ലാം ഉള്ള ടൈമിലെല്ലാം ഉമ്മ തന്നെയാണ് അച്ചാറിലാക്കി കൊടുത്തേക്കൽ. ഞാൻ ഈ അച്ചാറിൻ്റെ ഭാഗത്തേ ഞാൻ പോക്കില്ല. അപ്പം ഞാൻ പിന്നെ ഏതായാലും എനിക്കും കൂടി ആക്കിയിട്ടൊന്ന് അറിയുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഇത് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. ഈ ഒരു അച്ചാർ, സിമ്പിൾ അച്ചാർ നല്ല പാങ്ങുണ്ടായിന്. അപ്പം ആ ഒരു മിക്സ് നമ്മൾ ഈ ഒരു നെല്ലിക്കയിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ആ ഒരു നെല്ലിക്കേൻ്റെ ഉപ്പിലിട്ട വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ അച്ചാർ പൗഡർ കുറച്ച് കുറഞ്ഞ പോലെ തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. പിന്നെ ഈ നെല്ലിക്ക അച്ചാർ, മാങ്ങ അച്ചാർ അതിൻ്റെ എല്ലാം ചെറിയൊരു മാറ്റം ഉണ്ടാവുമല്ലോ. കാരണം നെല്ലിക്ക എന്ന് പറയുമ്പം എല്ലാം ഇങ്ങനെ വേറെ വേറെ നിൽക്കുന്ന ടൈപ്പല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു മാറ്റമേ ഇല്ല കേട്ടോ. ബാക്കിയെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടായിന്. കാരണം നെല്ലിക്ക അച്ചാറിൽ നമ്മൾ ഈ ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങിക്കുമ്പം കിട്ടുന്നില്ല, അതേപോലെ തന്നെയാണ് കേട്ടോ ഇതും ഇല്ലത്. മാങ്ങച്ചാറും നാരങ്ങച്ചാറെല്ലാം കുറച്ച് അതിലൊരു ഗ്രേവി പോലെ ഉണ്ടാവും. പക്ഷെ നെല്ലിക്ക അച്ചാർ കുറച്ചിങ്ങനെ ഡ്രൈ ആയ പോലെയാണ് കേട്ടോ ഉണ്ടാകൽ. സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ടായിന് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിന്. നല്ലൊരു സിമ്പിളായിട്ട് ആക്കിയതല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കാം കേട്ടോ, നെല്ലിക്കെല്ലാം കിട്ടുകയാണെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയാണ് കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങളെല്ലാം. ഇനിയിപ്പം ഇത് ബോട്ടിലെല്ലാം ആക്കി വെക്കലെല്ലാമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് നല്ല നല്ല വീഡിയോസും എല്ലാം റെസിപ്പീസ് എല്ലാം ചെയ്യണം എന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പറ്റുന്ന പോലെ ടൈമും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എല്ലാം ചെയ്യണം. ഇപ്പം എനിക്ക് കുറച്ച് ടൈമെല്ലാം ഇല്ല പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ അടുപ്പിച്ചിട്ടെല്ലാം വീഡിയോ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഭാഗത്തേ ഉണ്ടാവില്ല. അപ്പം ഇപ്പം കുറച്ച് ടൈമെല്ലാം ആകുന്ന പോലെ ഇൻഷാ അല്ലാഹ് അങ്ങനെ വീഡിയോ എല്ലാം ചെയ്യണമെന്നുണ്ട്.